നാട്ടിൽ തെരുവ് നായ്ക്കളുടെ അക്രമ വാർത്തകൾ നിരന്തരം കേൾക്കുന്ന സമയത്താണ് തെരുവ് നായ്ക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി നെതർലാൻഡ്സ് എന്ന വാർത്ത കേൾക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും നായയെ പിടിക്കുന്നവർ വന്ന് നായകളെ കൂട്ടമായി കൊണ്ടുപോയി കൊല്ലുന്ന ഒരു ബാല്യകാലം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നായ്ക്കളെ പേടിച്ച് വെളിയിൽ നടക്കാനാവാത്ത അവസ്ഥയാണ് കേരളത്തിൽ പലപ്പോഴും കാണുന്നത്. തെരുവ് നായ്ക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യമെന്ന നിലയിൽ നെതർലാൻഡ്സ് വേറിട്ടു നിൽക്കുകയാണ്. കടന്നുവരുന്ന എല്ലാവർക്കും നെതർലാൻഡ്സിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തെരുവ് നായ്ക്കളെയെല്ലാം കൊന്നൊടുക്കിയല്ല ഡച്ചുകാരുടെ ഈ സമീപനം. ഡച്ചുകാരുടെ ജീവിതത്തിൽ നായ്ക്കൾക്ക് നൂറ്റാണ്ടുകളായി കാര്യമായ സാംസ്കാരിക പ്രാധാന്യവുമുണ്ട്. വളർത്തുമൃഗങ്ങളായും സമ്പന്നരുടെ സ്റ്റാറ്റസ് ചിഹ്നങ്ങളായും ജോലി ചെയ്യുന്ന മൃഗങ്ങളായും അവയെ സേവിക്കുന്നുണ്ട്. എന്നിരുന്നാലും 19-ാം നൂറ്റാണ്ടിലെ ഒരു റാബിസ് പകർച്ചവ്യാധി തെരുവുകളിൽ നിരവധി നായ്ക്കളെ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചു. ഇത് നായ ഉടമസ്ഥതയോടും ആരോഗ്യത്തോടുമുള്ള മനോഭാവത്തിന്റെ മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചു. ഒരു നായയെപ്പോലും അനാഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സമൂഹമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നെതർലാൻഡ്സിലെ നായ്ക്കളുടെ സാംസ്കാരിക പ്രാധാന്യം തെരുവ് നായ്ക്കളോടുള്ള രാജ്യത്തിന്റെ സമീപനം രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അനുകമ്പയും ദയയും അവരുടെ വിജയത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ ലോകം പിടിമുറുക്കുന്നത് തുടരുമ്പോൾ പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന ഒരു പ്രശ്നത്തെ നേരിടാൻ ഒരു രാഷ്ട്രം ഒന്നിച്ചാൽ എന്ത് നേടാനാകും എന്നതിന്റെ ഉദാഹരണമായി നെതർലാൻഡ്സ് പ്രവർത്തിക്കുകയാണ്. മൃഗങ്ങളുടെ അവകാശങ്ങൾ നെതർലാൻഡ്സിന്റെ സാമൂഹിക പ്രശ്നങ്ങളിൽ മുൻപന്തിയിലാണ്. മൃഗപീഡനം നിസ്സാരമായി കാണുന്നില്ല. കുറ്റവാളികൾക്ക് പിഴയും 3 വർഷം വരെ തടവും ലഭിക്കും. നെതർലാൻഡ്സ് ഗവൺമെന്റ് തെരുവ് നായ്ക്കളുടെ പ്രശ്നം നേരിട്ടത് നിരവധി നടപടികൾ നടപ്പിലാക്കിക്കൊണ്ടാണ്. ചില നഗരങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന നായ്ക്കൾക്ക് ഉയർന്ന നികുതി ചുമത്തി. കൂടുതൽ ആളുകളെ ഷെൽട്ടറുകളിൽ നിന്ന് ദത്തെടുക്കാൻ പ്രേരിപ്പിച്ചു. ഇത് തെരുവ് നായ്ക്കളെ പ്രവേശിപ്പിക്കാനുള്ള ഇടം സൃഷ്ടിച്ചു. കൂടാതെ സർക്കാർ രാജ്യവ്യാപകമായി നേരിട്ടു തന്നെ വിവരശേഖരണം, വിതരണം, വാക്സിനേഷൻ, വന്ധീകരണം തുടങ്ങിയ ആവശ്യ വെറ്റിനറി സേവനങ്ങൾ നൽകി. അതേസമയം ഏറ്റവും വലിയ തെരുവ് നായ്ക്കളുടെ എണ്ണം ഇന്ത്യയിലാണ്. ഏകദേശം 62 ദശലക്ഷം തെരുവ് നായ്ക്കൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം നടക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.